Hello, my dear friends. Good morning. Spoken English Inside Out എന്നെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രൊഫസർ ഗോപാലകൃഷ്ണൻ, റിട്ടയർഡ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ്. ധാരാളം കോമൻസ് ഉണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയായിരിക്കണം സ്പോക്കൺ ഇംഗ്ലീഷ്. ഞാൻ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം ഞാൻ ഉദ്ദേശിക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് എങ്ങനെയായിരിക്കണം എന്ന കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പിന്നെ മോറോവർ ഈ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസൈഡ് ഔട്ട് എന്നാണ്. ഇൻസൈഡ് ഔട്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും എന്നോട് ചോദിക്കാം. കോമൻസ് ആയിട്ട് ഇട്ടാൽ മതി. നമ്മളത് അനലൈസ് ചെയ്ത് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതാണ് ഈ പ്രോഗ്രാമിന് പ്രത്യേകത. ഇതൊരു പുതിയ തേങ്ങയൊന്നുമല്ല. ഇതുവരെ ഇംഗ്ലീഷിനെ ഒരുതരം പുതിയ തേങ്ങ ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇതൊന്നും കഴിയാത്തൊരു കാര്യമാണ്. അതിൽ തോറ്റു പോവാണ്. നമ്മൾ ആകെ ഈ ഇംഗ്ലീഷ് കാര്യത്തെപ്പറ്റി പറഞ്ഞ് അതിനെ കളിയാക്കി തമാശ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കാറുണ്ട്. ഈവൻ എല്ലാ ബഹുമാനം ഞാൻ വെച്ചുകൊണ്ട് പറയട്ടെ, നമ്മുടെ ശശി തരൂർ സാർ പോലും അത് ഒരു തമാശ ഉണ്ടാക്കാന്നല്ലാതെ അതെങ്ങനെ പരിഹരിക്കാമെന്ന് പറഞ്ഞിരുന്നില്ലയോ. അപ്പോൾ ഞാനതാ ശ്രദ്ധിച്ചത്. ഒരു പ്രശ്നമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ പ്രശ്നം എന്താണെന്ന് അനലൈസ് ചെയ്തിട്ട് അത് നമ്മൾ അറിയാവുന്നത് പറഞ്ഞു തരണമല്ലോ. അത് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ നാവിന് പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് പോലും എന്നെപ്പോലുള്ള ഇനിയും ഈ പഠിപ്പിക്കാൻ വേണ്ടി വരാൻ പറ്റാത്തതാണ്. നാവിനാണ് പ്രശ്നം. പഠിപ്പിക്കുന്ന ഒരാൾക്ക് നാവിന് പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. കാരണം മനസ്സിലാവില്ലല്ലോ. പക്ഷെ മറ്റാൾ ചെയ്തു കാണുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഈ ഒരു നാവിൻ്റെ അവസ്ഥയിലേക്ക് നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നത്. എന്നാൽ കഴിയുന്ന എനിക്കറിയാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് മാത്രം. അതുകൊണ്ട് ആർക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. സ്പോക്കൺ ഇംഗ്ലീഷിൽ അത് കോമൻസായിട്ട് ഇട്ടാൽ മതി. ഞാൻ അവിടെ നിന്ന് കണ്ടത് അന്വേഷിക്കുന്നതായിരിക്കും. അതിന് മുമ്പ് ഞാൻ ഒരു നന്ദി പറയട്ടെ. എൻ്റെ ഈ റെക്കോർഡിംഗ് ഒന്നും തീരെ പെർഫെക്റ്റ് അല്ല. എനിക്ക് വേറെ സഹായം നോക്കാനില്ല. എനിക്ക് ആകെ ഉള്ളതിൻ്റെ ഗ്രാൻഡ് ഓർഡറാണ്. നമ്മളിപ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയറിലേക്ക് +2 പുള്ളിക്കാരി. അപ്പോൾ പുള്ളി ടെക്നിക്കൊക്കെ പെർഫെക്റ്റാണ്. പക്ഷെ എന്തിനോ കാര്യം പറയാനുള്ള സമയമുള്ളില്ല. പക്ഷെ പ്രിപ്പറേഷൻ തിരക്കിലാണ്. ഞാൻ അതുകൊണ്ട് അവിടെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ടെക്നിക്കൽ പെർഫെക്ഷൻ എനിക്കുണ്ടാവും. അതുപോലെ ക്ഷമിക്കുക. ഓക്കെ, ഞാനും ഉണ്ട്, ഈ മൊബൈലും മുമ്പിൽ. ഓക്കെ, നിങ്ങൾക്കത് എൻ്റെ വീഡിയോ ക്വാളിറ്റി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. എൻ്റെ സൗണ്ട് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ സൗണ്ട് ശരിയാണെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നത് ഒരു പക്ഷെ മനസ്സിലാവുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഇംഗ്ലീഷ്? സ്പോക്കൺ ഇംഗ്ലീഷ് എന്തെല്ലാം ക്വാളിറ്റി ഉണ്ടായിരിക്കും പറയാം. അതിന് പ്രശ്നം എന്താണെന്ന് വളരെ കാര്യം നമുക്ക് അനലൈസ് ചെയ്തിട്ട് നമുക്ക് വൺ ബൈ വൺ ചർച്ച ചെയ്തിട്ടും പരിഹാരം ഉണ്ടാക്കണം. പരിഹാരം ഉണ്ടാക്കുകയാണ് ഈ ഒരു പ്രോഗ്രാമിന് ഉദ്ദേശം. അപ്പോൾ നമുക്ക് എന്തെല്ലാം ക്വാളിറ്റി സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ടാകണം. എൻ്റെ അഭിപ്രായത്തിൽ സ്പോക്കൺ ഇംഗ്ലീഷ് നമുക്ക് ആളുകൾ ഞാൻ കമ്പയർ ചെയ്യുന്ന നമ്മൾ ബിരിയാണിയെ പറ്റിയാണ്. ബിരിയാണി കോഴിക്കോട് ബിരിയാണി വേൾഡ് ഫേമസ് ആണ്. ബിരിയാണിൻ്റെ ബേസിക് കണ്ടൻസ് എന്തൊക്കെയാണ്? നമ്മുടെ ചിക്കൻ മീറ്റ് വേണം, അരിയും വേണം. ഓക്കെ, ബിരിയാണി അരിയും മീറ്റുമാണ് വേണ്ടത്. അതുകൊണ്ട് ചിക്കനാവാം, എന്താ പറയുക, മട്ടണാവാം. ഓക്കെ, മറ്റെന്തും ആവാം. ബിരിയാണി മീൻ, ഓക്കെ, ഫിഷ് ആവാം. ഒക്കെ പിന്നെ ബിരിയാണി അരിയും. അപ്പോൾ ഈ ബേസിക് കണ്ടൻസ് ഇത് തന്നെയാണ്. അപ്പോൾ പക്ഷേ ബിരിയാണി ആവണമെങ്കിൽ ഇത് രണ്ടും കൂടി വേവിച്ച ബിരിയാണി ആവില്ലല്ലോ. ബിരിയാണി ആക്കുന്ന അതിന് ചേർക്കുന്ന സ്പൈസസ് ആണ്.
അതിൻ്റെ സ്പൈസസ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ബിരിയാണി കൂട്ടും. ഓക്കെ, എനിക്ക് അതിനെക്കുറിച്ച് അധികം ഗ്രാഹ്യമില്ല. ഞാനൊരു ബിരിയാണി കഴിക്കുന്ന ആളല്ല. പിന്നെ അതുകൊണ്ട് എനിക്ക് പിന്നെ മീറ്റ് ചെയ്തൊന്നും കഴിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് പിന്നെ എന്തൊക്കെ ചേർക്കുന്ന എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ എനിവേ ആ ചേർക്കുന്ന ബിരിയാണി കൂട്ട ആണ് ശരിക്കും ബിരിയാണി ആക്കുന്നതൊക്കെ എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ബിരിയാണി ആക്കുന്ന ആ പിന്നെ കൂട്ടാണ് നമുക്കറിയാം. പക്ഷെ ആ കൂട്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാത്ത പോലെ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടായത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ആ ബേസിക്കായിട്ട് കാര്യം അറിയാതെ മീറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഇറച്ചിയും വേണം, ബിരിയാണി റൈസും വേണം. അത് രണ്ടും കൂടി കുക്ക് ചെയ്താൽ പക്ഷേ ബിരിയാണി ആവില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷും. ഓക്കെ, ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഡുകളിലൂടെ എന്നൊക്കെ പറഞ്ഞാൽ സ്പോക്കൺ ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലാവുന്നത് ആ കോഡുകാരൊക്കെ പഠിപ്പിക്കുന്നത് ഒരു ഗ്രാമർ വേണം. ഓക്കെ, അപ്പോൾ ആ ഗ്രാമറൊക്കെ പഠിച്ചിട്ട് ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആവില്ലയോ? അതൊന്നും പറഞ്ഞാൽ എന്താണ്, ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ റൈസും മീറ്റും കൂടെ വേവിച്ച് വെച്ചാൽ എന്താണോ അത് തന്നെയാണ് ബിരിയാണി എന്ന് പറയുന്ന പോലെയാണ്. ബിരിയാണി അത് വേണം തീർച്ചയായിട്ടും. പക്ഷേ ബിരിയാണി എന്ന് പറഞ്ഞ ബിരിയാണി ആക്കുന്നത് എന്താണ്, അതിൻ്റെ സ്പൈസസ് ആണ്. ആ സ്പൈസ് ഒന്നും ചേർക്കാത്ത സാധനമാണ് ഈ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ആളുകൾ അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ആ സ്പൈസസ് എന്താണെന്നുള്ള ഒരു അന്വേഷണത്തിലാണ് നമ്മളിന്ന് പോകുന്നത്. ഇത് ബിരിയാണി ആക്കുന്ന സ്പൈസ് എന്താണെന്ന് അന്വേഷിച്ച് പോകുന്നത് തന്നെയാണ് സ്പോക്കൺ ഇംഗ്ലീഷിനാക്കുന്ന അഡീഷൻസ്. ഓക്കെ, ആ അഡീഷൻസ് പക്ഷേ കാണാനില്ല. ആ അഡീഷൻസ് എഴുതുമ്പോൾ ഉണ്ടാവില്ല, പക്ഷെ സംസാരിക്കുമ്പോൾ ഉണ്ടാവും. ഇതുപോലെ ബിരിയാണി കഴിക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ, അതിൻ്റെ സ്പൈസ് എന്താണെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ നമ്മൾ അത് ചേർത്തില്ലെങ്കിൽ ബിരിയാണി ആവില്ല എന്ന് മാത്രം അറിയാം. ശരിയല്ലേ ഞാൻ പറയുന്നത്? അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ റിട്ടേൺ ഇംഗ്ലീഷിനെ ഒന്നും അറിയാതെ ജസ്റ്റ് വിളിച്ച് പറയുമ്പോൾ സംസാര നിയമങ്ങൾ, ഇംഗ്ലീഷിന് സംസാരിക്കുമ്പോഴുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊന്നും എന്താണെന്ന് ചോദിച്ചാൽ ആളുടെ എന്നോട് സംസാരിക്കുന്ന ഇംഗ്ലീഷ് നിയമങ്ങളോ, അത് ഗ്രാമറിനുള്ളൂ. ഗ്രാമർ നിയമങ്ങളുണ്ട്, പക്ഷെ സംസാരിക്കുമ്പോൾ എന്താ നിയമം? സംസാരിക്കുന്ന നിയമം ഉണ്ടോ? ഇതാണ് സംശയം. ശരിയല്ലേ? ആരെങ്കിലും എന്തെങ്കിലും നിയമം ഉള്ളതായിട്ട് പറയാൻ പറ്റും എന്നോട്? എന്താണ് സംസാരിക്കുമ്പോഴുള്ള നിയമങ്ങൾ? ഒരു ബേസിക്കുള്ള നിയമം എനിക്ക് പറഞ്ഞുതരാമോ? പറയാനാവില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷ് ABC എഴുതാൻ പറയുക, വാക്കുകളുടെ അർത്ഥം അറിയുക, അതിൻ്റെ ഒരു ഉച്ചാരണം നമ്മുടെ ടീച്ചേഴ്സ് അതിൻ്റെ കഴിച്ച് നമ്മൾ കേൾക്കുക, അത് വിളിച്ച് പറയും. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളും പറയാം. പക്ഷെ ഒരു കാര്യം വ്യക്തം എന്താണ്, നമ്മൾ പറയുന്ന സായിപ്പ് പറയുന്ന നമുക്കും മനസ്സിലാവുന്നില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മളത് സ്റ്റാമ്പ് ചെയ്യുന്ന ഇറ്റ്സ് ഇംപോസിബിൾ ഫോർ ദി ഇന്ത്യൻസ് ടു സ്പീക്ക് ലൈക്ക് ദ ബ്രിട്ടീഷ് എന്നാണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ പോലും പറയുന്നത്. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഒക്കെ നമ്മളെ PG ഒക്കെ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് യൂണിവേഴ്സിറ്റികളിൽ. അവർ പോലും ഇത് പഠിപ്പിക്കുന്നില്ല. അവർ PG പഠിക്കുന്നത് പ്രത്യേകിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയൊക്കെ ആ ഡിപ്പാർട്ട്മെൻറ്റ് പേരിനെ അവർ മാറ്റി. ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ സ്റ്റഡീസ് ഇൻ ഇംഗ്ലീഷ്. എന്നുവെച്ചാൽ അവർ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ചാൽ എന്തൊക്കെയോ പഠിക്കുന്നുള്ളൂ, അല്ലാതെ ഇംഗ്ലീഷ് ഭാഷ സംബന്ധിച്ച് ഒരു കാര്യം അവർ പഠിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി പഠിപ്പിക്കുകയായിരിക്കും, അതിൻ്റെ ലിറ്ററേച്ചർ കുറേ വെച്ചിട്ടുണ്ടാകും. പക്ഷെ ബേസിക്കായിട്ടുള്ള ഇംഗ്ലീഷിലെ സ്കിൽസ് അവർ തൊടുന്നില്ല. എന്താണ് സ്കിൽസ്? 4 സ്കില്ല്. എന്താണ് 4 സ്കില്ല്? LSRW, ലിസണിങ് സ്കിൽസ്, സ്പീക്കിംഗ് സ്കിൽസ്, റീഡിങ് സ്കിൽസ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ്. അങ്ങനെ 4 സ്കിൽസ് ഉണ്ട്. ഏത് ഭാഷയിലും ഇംഗ്ലീഷ് അടക്കം.
പക്ഷേ ആ സ്കിൽസ് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അറിഞ്ഞൂടെ, അവർ പഠിപ്പിക്കുന്നില്ല. ആ പഠിപ്പിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ലാത്ത രീതിയിലാണ് പിന്നെ അവരവിടെ അതിനകത്ത് ആ ഡ്യൂട്ടിയിൽ നിന്ന് അവർ കടന്നുകളഞ്ഞു. എന്നിട്ട് അവർ പറയാണ് PG ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ സ്റ്റഡീസ് ഇൻ ഇംഗ്ലീഷ്. അവർ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷിൻ്റെ സാഹിത്യം പഠിക്കുക. സാഹിത്യം വേണം തീർച്ചയായിട്ടും, പക്ഷേ സാഹിത്യം മാത്രം പഠിച്ചിട്ട് നമ്മൾ മലയാളം പഠിക്കുന്ന ഒരു വിദേശി മലയാള സാഹിത്യത്തെപ്പറ്റി മാത്രം എഴുതി വെക്കുന്ന ഒരവസ്ഥ വന്നാൽ അയാൾ വായിന്ന് വരുന്ന മലയാളം നമുക്ക് തീരെ മനസ്സിലാവാതെ അയാൾ മലയാള സാഹിത്യത്തിനെ പറ്റി കാര്യങ്ങൾ എഴുതി വെക്കുന്ന ഒരവസ്ഥ വന്നാൽ അയാൾക്ക് മലയാളം അധികം പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, മലയാളം എഴുതാൻ അറിയാം. അതുപോലെ തന്നെയാണ് നമ്മുടെ അവസ്ഥ. നമുക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിഞ്ഞുകൂടാ, പക്ഷേ നമുക്ക് ഇംഗ്ലീഷ് ജ്ഞാനമുണ്ട്, അതിന് ഹിസ്റ്ററി ഉണ്ട് അറിയാം, അതിന് സാഹിത്യം അറിയാമെന്ന് പറഞ്ഞാൽ തന്നെയാണ് ഇംഗ്ലീഷിൻ്റെ ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അറിയാം, അതിൻ്റെ എഴുതിയും വയ്ക്കും. പക്ഷേ ആ ഭാഷ സംസാരിക്കണമെങ്കിൽ അതിന് നിയമങ്ങൾ അറിയില്ല സാഹിബിന്. അപ്പോൾ സാഹിബ് എഴുതി വെക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് ഇംഗ്ലീഷ് സാഹിത്യം അറിയാം, അത് എഴുതി വെക്കാനേ അറിയാവൂ. നമ്മൾ വായിന്ന് വരുന്ന ഇംഗ്ലീഷ് സാഹിബിന് മനസ്സിലാകത്താണ്, പക്ഷെ നമുക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ്? നമ്മൾ തമ്മിൽ എല്ലാ രീതിയിലാണ് തെറ്റ്. ഒരു തെറ്റായ ഒരു കാര്യം എല്ലാവരും ആവർത്തിച്ച് വരികയാണെങ്കിൽ അത് നമുക്ക് ശരിയായിരിക്കും. ശരിയല്ലേ? ശരി പറഞ്ഞാൽ നമുക്ക് ആരും ഇല്ലാത്ത അവസ്ഥ വരില്ലാന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് തെറ്റായിട്ട് പറയുന്നു അതായിരിക്കും എല്ലാവർക്കും ശരി. ബേസിക്കായിട്ട് അതാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. ഓക്കെ, അത് തന്നെയാണ്. ഓക്കെ, എന്നുവെച്ചാൽ ഞാനെല്ലാം അറിയുന്ന ആളെന്ന് ഞാൻ പറയും. ഞാൻ ഇവിടെ ജനിച്ചോണെന്ന് അറിഞ്ഞു തന്നെയാണ്. പക്ഷേ അതിൻ്റെ സയൻസ് എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. ആ സയൻസ് അന്വേഷിച്ചാലും പോകുന്നില്ല. അത് എനിക്കറിയാവുന്നവർ ഞാൻ പറഞ്ഞിരുന്നു. ഇത് ഞാൻ കണ്ടുപിടിച്ച കാര്യമില്ല, അത് സായിപ്പ് തന്നെ കണ്ടുപിടിച്ചതാണ്. അത് സായിപ്പ് കണ്ടുപിടിച്ച കാര്യം സായിപ്പ് നമുക്ക് പറഞ്ഞിരുന്നില്ല, അറിയാവുന്ന ആരും നമുക്ക് പറഞ്ഞിരുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ അന്വേഷണത്തിന് ആ കാര്യം മനസ്സിലാക്കി അത് ഞാൻ പറയാൻ പോവുകയാണ്. ഓക്കെ.